സുലൈമാൻ നബിയുടെ ഒരു കഥയുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നബിയെ, നാളെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം. പ്രവാചകൻ സമ്മതിച്ചു. അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. വഴിയിൽ വെച്ച് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാം വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, പ്രവാചകരെ, ഇന്ന് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല. കാരണം അള്ളാഹു എന്നെ അയാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ്. അതുകൊണ്ട് അയാൾ ഇന്ന് മരിക്കും. ഇത് കേട്ടതോടുകൂടെ സുലൈമാൻ നബി അലൈഹി സ്വലാം വന്ന് അവരുടെ വീട്ടിലേക്ക് പോയില്ല. തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു. അടുത്ത ദിവസം രാവിലെ ഈ മനുഷ്യൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ വാതിലിൽ മുട്ടാണ്. പ്രവാചകരെ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ട് വന്നില്ല? സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ കാഴ്ച കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, എന്ത് സംഭവിച്ചു എന്നറിയാതെ. ഉടനടി അവിടേക്ക് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാം വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, അള്ളാഹു എന്നെ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞയച്ചത്. പക്ഷേ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഭക്ഷണങ്ങൾ ഇങ്ങനെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ കയറി വരുന്നത്. മകനെ, 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തിന്നാൻ തരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ വൃദ്ധ അവിടേക്ക് വന്നത്. ഉടനടി നിങ്ങൾക്ക് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്വാദിഷ്ടമായ ഭക്ഷണം ആ സ്ത്രീക്ക് വിളമ്പി കൊടുത്തു. മാത്രമല്ല, അവർ പോകാനിറങ്ങുന്ന സമയത്ത് കുറച്ച് ഭക്ഷണം പൊതിഞ്ഞ് അവരുടെ വീട്ടിലേക്കും കൊടുത്തയച്ചു. ഈ ആതിഥ്യ മര്യാദ കണ്ട് ആ സ്ത്രീ വഴിയിലുടനീളം പ്രാർത്ഥിക്കുകയായിരുന്നു, അള്ളാഹുവെ, ഈ വ്യക്തിയുടെ ആയുസ് നീ ദീർഘിപ്പിച്ചു കൊടുക്കണമേ. പിന്നെ എങ്ങനെയാണ് അള്ളാഹു ആ ദിവസം അയാളെ മരിപ്പിക്കുക? ദാനം ആപത്തിനെ തടയുമെന്ന് നമ്മൾ തന്നെ പലപ്പോഴായിട്ട് പറയാറില്ലേ? അത് ഇങ്ങനെയാണ്.